അറ്റകുറ്റപ്പണികൾക്കായി കൊച്ചിയിലെ കുണ്ടന്നൂർ തേവരപ്പാലം ഇന്ന് അടയ്ക്കുകയാണ്. ഇന്ന് രാത്രി 11 മണി മുതൽ ഗതാഗതത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ഗതാഗത നിയന്ത്രണത്തിനായി പോലീസുകാരെ നിയോഗിക്കും. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി അടുത്ത തിങ്കളാഴ്ച രാവിലെ പാലം തുറക്കാനും തീരുമാനമുണ്ട്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. നിതിൻ, ഈ കുണ്ടന്നൂർ പാലത്തിൻ്റെ മുകളിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്? നന്നായി. ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. SKN കുണ്ടന്നൂർ പാലത്തിന്റെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം, അത്തരത്തിൽ വലിയ കുഴികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായത്. നേരത്തെ 24 ഉൾപ്പെടെ വാർത്ത നൽകിയിരുന്നു യാത്രക്കാരുടെ ദുരിതവും അതോടൊപ്പം തന്നെ റോഡിന്റെ ശോച്യാവസ്ഥയും. എന്തായാലും ഇപ്പോൾ ഇത് അടച്ചുകൊണ്ട് ഈ പാലം പൂർണ്ണമായും അടച്ച് ഒരു അറ്റകുറ്റപ്പണികൾക്ക് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 11 മണിക്ക് പാലം പൂർണ്ണമായും അടക്കും. നാളെയും മറ്റന്നാളും ഇത്തരത്തിൽ പാലം അടഞ്ഞു കിടക്കും. ഒരു വാഹനങ്ങളെയും പാലത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇത്തരത്തിൽ പാലം അടച്ചുകൊണ്ട് അറ്റകുറ്റപ്പണികൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ കനത്ത മഴ മൂലം അത് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് പാലം അടച്ച് തിങ്കളാഴ്ച തുറന്നു കൊടുക്കുന്ന നിലയിലാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പാലം അടക്കുമ്പോൾ വലിയ ഗതാഗത കുരുക്ക് സ്വാഭാവികമായിട്ടും നഗരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗതാഗതം മറ്റു വഴികളിലേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ട് ഒരു പുനഃക്രമീകരണം നടത്തിയിട്ടുണ്ട്. പശ്ചിമ കൊച്ചി ഭാഗത്തു നിന്നും കുണ്ടന്നൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെണ്ടുരുത്തി പാലം വഴി MG റോഡിലെത്തി വേണം പോകാൻ. ഇടക്കൊച്ചി ഭാഗത്തു നിന്നും കുണ്ടന്നൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കണ്ണങ്ങാട്ട് പാലം വഴി തിരിഞ്ഞു പോകണം. തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വൈറ്റില ജംഗ്ഷനിലെത്തി സഹോദരൻ അയ്യപ്പൻ റോഡ് വഴി MG റോഡ് വഴിയാണ് നഗരത്തിലെത്തേണ്ടത്. അങ്ങനെയാണ് ഇപ്പോൾ പുനഃക്രമീകരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ യാത്ര സുഗമമാക്കാൻ വേണ്ടി ആളുകൾ സഹകരിക്കണമെന്നാണ് ദേശീയപാത അതോറിറ്റി അടക്കം അറിയിച്ചിരിക്കുന്ന കാര്യം. അങ്ങനെ വലിയ ഒരു ദുരിതമാണ് യാത്രക്കാർ ഇവിടെ അനുഭവപ്പെടുന്നത്. പാലത്തിന്റെ ഈ ഒരു സ്ഥലത്തെല്ലാം വലിയ കുഴികൾ അനുഭവപ്പെട്ട് യാത്രക്കാരുടെ വലിയ പരാതി നേരത്തെ ഉയർന്നിരുന്നു. ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ 2 ദിവസം പാലം പൂർണ്ണമായും അടച്ചുകൊണ്ട് അറ്റകുറ്റപ്പണികൾക്ക് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഈ വഴിയുള്ള യാത്ര അത് ഗതാഗത യോഗ്യമാക്കാൻ സുഗമമായി തന്നെ പറ്റുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ അധികൃതർ അടക്കം പങ്കുവയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യാത്രക്കാരുടെ പരാതികൾക്ക് വലിയ പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം. SKN. താങ്ക് യു നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.